ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2323. ഇന്ന് മെയ് മാസം 11-ാം തീയതി, 131-ാമത്തെ ദിവസത്തിൽ പ്രിയ കവിയായ ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയ കനലുപോലെ പൊള്ളിക്കുന്ന ഓർമ്മകളുടെ പുസ്തകമാണ് ചിദംബര സ്മരണ. അതിലൊരു കുറിപ്പുണ്ട്. ദൈവം തന്റെ ദിനാന്ത്യക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ഈ സംഭവം എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ആ അനുഭവം പങ്കുവെക്കുന്നത്. അദ്ദേഹം 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബസ്സിന് തീവെച്ച കേസിൽ സ്കൂളിൽ നിന്ന് ബാലചന്ദ്രൻ പുറത്താക്കപ്പെട്ടു. പുതിയ സ്കൂളിൽ പുതിയ ക്ലാസ് റൂമിന് മുമ്പിലെത്തിയ ബാലനെ ഒരു റൗഡി എന്ന നിലയിൽ വിചാരണ ചെയ്ത് പരിഹസിക്കുകയാണ് അധ്യാപകരും വിദ്യാർത്ഥികളും. ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും കരിങ്കല്ലുകൊണ്ട് ഇടിച്ചു കൊല്ലാൻ മാത്രം രോഷം ഉള്ളിലൊതുക്കി അപമാനിതനായി ബാലചന്ദ്രൻ നിൽക്കുകയാണ്. അപ്പോഴാണ് ക്ലാസിന്റെ മുൻബെഞ്ചിലിരിക്കുന്ന പെൺകുട്ടി ഒട്ടും നിന്നയോ പരിഹാസമോ ഒന്നുമില്ലാതെ വിടർന്ന കണ്ണുകളോടെ തന്നെ നോക്കുന്നത് കണ്ടത്. ആ നിമിഷം എന്റെ ആത്മാവിലേക്ക് വെളിച്ചം കുത്തിയൊലിച്ചു. അന്നുവരെ ഞാൻ അറിഞ്ഞിട്ടില്ലാത്ത ഒരാനന്ദം എന്നിൽ നിറഞ്ഞു കവിഞ്ഞു. പിന്നീട് ഒരിക്കലും എനിക്കാരെയും കൊല്ലണമെന്ന് തോന്നിയിട്ടില്ല. അങ്ങനെയാണ് അദ്ദേഹം എഴുതുന്നത്. സ്നേഹിക്കപ്പെടുന്ന അനുഭവത്തോട് മനസ്സിനെ പ്രകാശമാക്കുന്ന, മനസ്സിനെ കുളിർമയാക്കുന്ന വേറെ ഏത് അനുഭവമാണുള്ളത്? ഈ ഭൂമി ജീവിക്കാൻ കൊള്ളാവുന്നതാണെന്നൊക്കെ നമുക്ക് തോന്നുന്നത് അപ്പോഴാണ്. മലയാളത്തിന്റെ ചെറുകഥയുടെ കുലപതി ടി പത്മനാഭന്റെ പ്രകാശം പരത്തുന്ന പെൺകുട്ടിയില്ലേ, ഒരു ചെറിയ പെൺകുട്ടിയുടെ സ്നേഹത്തിന് പോലും ഒരാളെ ഇങ്ങനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയ കഥയല്ലേ. ജീവിതത്തിന്റെ ചില ഇരുണ്ട യാമങ്ങളിൽ നമ്മളെ പ്രകാശത്തിൽ കുളിപ്പിച്ച ചില സ്നേഹവും സൗഹൃദവും ഒക്കെ ഇല്ലേ? കുറെ കൂടി സ്നേഹം കൊടുക്കുവാനും സ്നേഹിക്കപ്പെടുവാനും സാധിക്കണ്ടേ? സ്നേഹം ഒരാളിൽ എന്തുമാത്രം അത്ഭുതകരമായ ഊർജമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ആ ഊർജത്തിന്റെ പ്രവാഹത്തിലാണ് അസാധ്യമെന്ന് കരുതുന്ന പല കാര്യങ്ങളും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്തു പോകുന്നു. ചെറിയൊരു കൈത്തോട്ടിൽ ഇറങ്ങാൻ പോലും ധൈര്യമില്ലാത്ത സ്ത്രീ സ്വന്തം കുഞ്ഞിനെ രക്ഷിക്കാൻ കിണറ്റിലേക്ക് എടുത്തുചാടുന്നത് അങ്ങനെയാണ്. പരീക്ഷയുടെ തലേന്ന് പോലും ഉറക്കളച്ചിരുന്ന് പഠിക്കാനായിട്ട് സാധിക്കാത്ത ഒരാൾ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ഒരാളുടെ രോഗക്കിടക്കയിൽ ഉണർന്നിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അത് സ്നേഹം ഒരാളെ കൂടുതൽ നന്മയുള്ളവനാക്കുന്നു. അതുകൊണ്ട് തന്നെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും നമുക്കും പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. ആമേൻ.